ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പൈൻ പോയിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ മൂന്ന് മക്കളെയും ഒരേ രീതിയിൽ കാണണമെന്നൊക്കെ രവി ചന്ദ്രയോട് പറയുമ്പോഴത്തേക്കും മൂന്ന് പേരെയും നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം, എങ്ങനെ അവരോട് പെരുമാറണമെന്നും എനിക്കറിയാം, ചന്ദ്ര എന്നും ചന്ദ്രമതി തന്നെയായിരിക്കും എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന രവി കട്ടിലിൽ പോയി നേരെ കടന്നിറങ്ങുകയാണ് കേട്ടോ. പിന്നീട് ചന്ദ്രയ്ക്കാണെങ്കിലോ ഇനി രവിയേട്ടൻ പറഞ്ഞ പോലെ മൂന്ന് മരുമക്കളെയും എനിക്ക് നിയന്ത്രിക്കാനാകില്ലേ എന്നുള്ള സംശയത്താൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. ശ്രുതിക്ക് വേണ്ടിയിട്ട് പാലുമായിട്ട് ശ്രുതി വരുന്ന സമയത്ത് ഫസ്റ്റ് നൈറ്റും കൂടി സംസാരിക്കുകയാണ് കേട്ടോ ശ്രുതി. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ഇന്നൊന്നും നടക്കാൻ പോകുന്നില്ല ശ്രുതി, നാളെ ജോലിക്ക് പോകണ്ടല്ലേ, കടന്നുറങ്ങാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ എന്തിനും പാലുമായിട്ട് വന്നത് എന്നൊക്കെ കൊതി കുത്തുന്ന രീതിക്ക് ചിന്തിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, അവളെന്തിനാ അതിനെ കെട്ടിപ്പിടിച്ച്, അവളുടെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല, നീ മലേഷ്യയിൽ വളർന്നാലേ, എന്നിട്ട് നിനക്ക് ഇവിടുത്തെ കൾച്ചറൊക്കെ അറിയാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, അവൾ അതേ രീതിക്ക് ജീവിച്ചതാണ്, അവളുടെ അച്ഛനോട് പെരുമാറുന്ന രീതിക്ക് തന്നെയാണ് നമ്മുടെ അച്ഛനോടും പെരുമാറിയത്, ഒരിക്കലും അവൾ അകറ്റി നിർത്താൻ സാധിക്കില്ല. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സച്ചിയും ശ്രീകാന്തും തമ്മിൽ വഴക്കാണ്, അത് നമുക്ക് ഉപകാരപ്പെടും ശ്രുതി ഈ സമയത്ത് ശ്രീകാന്തുമായിട്ട് കൂടുതൽ അടുക്കണം, ഞാൻ വർഷയുടെ കാര്യം നോക്കണം, അവരുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് ശ്രുതി എന്നൊക്കെ ശ്രുതി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെ വർഷയാണ് കേട്ടോ. വർഷയാണെങ്കിലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മോഡേൺ ഡ്രസ്സ് നൈറ്റ് ഡ്രസ്സിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതെന്താ നീ സാരിയൊക്കെ ചേഞ്ച് ചെയ്ത് മറ്റു ഡ്രസ്സിൽ നിന്നെ കാണാൻ വളരെയധികം സുന്ദരിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞല്ലേ ശ്രീകാന്ത്, പിന്നെ എന്തിനാ ഒരു ആചാരം എന്ന രീതിക്ക് ചെയ്യുന്നത് എന്നൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം വീട്ടിലുള്ള സച്ചി ഒഴികെ ബാക്കി എല്ലാവരും വീട്ടിലുള്ളവർ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും, അത് നിനക്ക് സച്ചേനെ അറിയാഞ്ഞിട്ടാ വർഷ, സച്ചേനെ ദേഷ്യപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ, ആളൊരു പാവമാണെന്ന് പറയുമ്പോഴത്തേക്കും, എന്നോട് നിൻ്റെ സച്ചേനെ ആര് പറഞ്ഞാലും എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു പറയും എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അതിനുശേഷം കട്ടിലിൽ വന്നിരുന്നിട്ട് ഇന്ന് ഷോപ്പിംഗ് ഒക്കെ ഒരുപാട് പോയതല്ലേ ശ്രീകാന്ത്, എൻ്റെ കാലിന് നല്ല വേദനയുണ്ട്, ഒന്ന് തിരുമ്മി തരുമെന്ന് ചോദിക്കുമ്പം കാല് തിരുമ്മി കൊടുക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് വർഷയുടെ. അന്നേരം വർഷ വീണ്ടും പറയുന്നുണ്ട്, ഈ വീട്ടിൽ എല്ലാവർക്കും ഓരോ നേച്ചറാണ്, ശ്രുതി ചേച്ചി പണക്കാരനായ മകളായതുകൊണ്ട് അതിൻ്റേതായ പരിഗണന ശ്രുതിച്ചേട്ടൻ നൽകുന്നുണ്ട്, ഹീ ഈസ് എ ഹാൻസം. പക്ഷേ രേവതിയെടുത്തി എന്ത് പാവമാണ്, രേവതിയെടുത്തി ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് ശ്രീകാന്തിൻ്റെ അമ്മ ഇതേ രീതിയിൽ രേവതിയെടുത്തിയോട് പെരുമാറുന്നത്. പിന്നെ രേവതിയെടുത്തിക്ക് ചേരുന്ന ഒരാളേ അല്ല നിങ്ങളെ സച്ചേട്ടൻ, ഇതിനെന്തായാലും ഒരു പരിഹാരം കണ്ടെത്തണം എന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ സച്ചേട്ടനെ വില്ലനാക്കുകയാണോ, സച്ചേട്ടൻ നീ വിചാരിക്കുന്ന ഒരു ക്യാരക്ടറേ അല്ല, രേവതിയെടുത്തി എന്ന് പറഞ്ഞാൽ ജീവനാണ്, അത് നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ട് വർഷ. പിന്നെ നമ്മളതിനായിട്ട് ഇന്ന് നീ ഒരു കലഹം വെച്ച് കളയണ്ട, ഈ ഒരു രാത്രി നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും വർഷയും കടക്കാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ. സച്ചിക്ക് ടെറസിൻ്റെ മുകളിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവസാനം രേവതിയെ പോയി, ഒരു നല്ല ഉറക്കത്തിലായിരുന്നു രേവതിയെ പോയി വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന രേവതി സച്ചിയെ കാണുമ്പോഴത്തേക്കും അമ്മേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ആ സമയത്ത് സച്ചി പറയും, അയ്യോ പേടിക്കണ്ട, ഇത് ഞാനാ സച്ചിയാന്ന് പറയുമ്പോഴത്തേക്കും, എന്താ സച്ചിയായിട്ട് ഇത് ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് ഉറക്ക ക്ഷീണത്തെ തന്നെ ചോദിക്കാൻ കേട്ടോ. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, രേവതി എനിക്ക് കടന്നിട്ട് ഉറക്കം വരുന്നില്ല, എന്നോടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നിങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ ഞാൻ എന്ന് ചോദിക്കുകയാണ്. എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ വേഗം ഇറങ്ങിപ്പോകും രേവതി, അതുകൊണ്ടാണ് ഒന്ന് വരാമോ എൻ്റെ കൂടെ ടെറസിലേക്ക് നോക്കുമ്പോൾ രേവതി ഉറക്കക്ഷീണം കാരണം, ഇല്ല സച്ചേട്ടൻ ഞാൻ വരുന്നില്ല, നമ്മൾ വർത്താനം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവസാനം വഴക്കില്ലത് അവസാനിക്കുള്ളൂ, അതുകൊണ്ട് സച്ചേട്ടൻ പോയി കിടക്ക്, രാവിലെ തൊട്ടുള്ള പണിയല്ലേ, എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വീണ്ടും ഉറങ്ങാൻ കിടക്കുകയാണ്. എന്നാൽ സച്ചി ആവട്ടെ രേവതിനെ കുത്തിപ്പിടിച്ച് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ടെറസിലേക്ക് ചെന്നതിന് ശേഷം ഒരു റൊമാൻറ്റിക് മൂഡിലൊക്കെ നമ്മുടെ സച്ചി സംസാരിക്കുന്നുണ്ട്. പിന്നീട് രേവതി ചോദിക്കുന്നുണ്ട്, ഈ ഒരു സമയത്ത് നമ്മൾ ടെറസിൻ്റെ മുകളിലല്ലേ, ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ, മഴ പെയ്ത് എന്താ റൂമിൽ പോയിട്ട് നമ്മുടെ റൂമിൽ കിടക്കുന്നുണ്ടല്ലോ രണ്ടുപേര്, അവരെ വലിച്ച് പുറത്തിറക്കും, എന്നിട്ട് നമ്മളവിടെ പോയി കിടക്കും എന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവമേ വേണ്ട നിങ്ങൾ പറഞ്ഞ അതുപോലെ തന്നെ ചെയ്യും, ദൈവമേ മഴ പെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ സച്ചി. പിന്നീട് രേവതി നമുക്ക് കടന്നുകൊണ്ട് സംസാരിക്കാൻ സച്ചിയായിട്ട്, എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ വീട്ടിലെല്ലാ ജോലികളും ചെയ്യുന്നത്, നീ അച്ഛൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, പിന്നെ വീട്ടിൽ വേറെ ഉണ്ടല്ലോ മരുമക്കൾ, അവരും കൂടി അടുക്കള ജോലിയൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ സച്ചി വാദോരാതെ വർത്തനം പറഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മുടെ രേവതി നല്ല ഉറക്കമായിട്ടുണ്ടാവും കേട്ടോ. വേഗം തന്നെ രേവതിയെ സച്ചി പുതപ്പിച്ച് കിടത്തുന്നൊക്കെയുണ്ട്. എന്നിട്ട് ഒരു സ്നേഹത്തോടു കൂടി രേവതിയെ നോക്കി ചിരിച്ചുകൊണ്ട് കിടക്കുവാണ് കേട്ടോ സച്ചി.
പിന്നീട് നേരം പുലർന്ന് വരുമ്പോൾ അടുക്കളയിലേക്ക് ചന്ത വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചായയൊക്കെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ടല്ലോ, അല്ലാതെ നിൻ്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഒരുപാട് വെള്ളം ചേർത്തുന്ന പാലുണ്ടാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീട്ടുകാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചന്ദ്ര സംസാരിക്കുമ്പോൾ അമ്മ കുറച്ച് കുടിച്ചു നോക്കിയെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. വേഗം തന്നെ ചന്ദ്ര പറയും, വേണ്ട വേണ്ട, ഞാൻ കുടിച്ചു നോക്കുന്നില്ല, ഇത് വർഷയ്ക്കും ശ്രീകാന്തിനുള്ള ചായയാണ്, നീ കൊണ്ടേ കൊടുക്കണ്ട, ഞാൻ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും രേവതി എന്തോ പറയാനായിട്ട് ചന്ദ്രനെ വിളിക്കുന്നുണ്ട്. എന്നാലും ചന്ദ്ര ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വേഗം തന്നെ മുറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇത് റൂം തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ശ്രീകാന്ത് വർഷയുടെ സാരി മടക്കുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ ചന്ദ്ര, എടാ ഇതെന്താ നീ കാണിക്കുന്നത്, നീ ഇന്ന് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്, ഇത് വർഷയ്ക്ക് മടക്കി വെക്കാൻ പാടില്ലേ, അല്ലെങ്കിൽ ഇവിടെ രേവതി ഉണ്ടല്ലോ, രേവതിയോട് പറഞ്ഞപ്പോലെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം വർഷ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് വർഷ ഇവിടെ അല്ലല്ലോ അമ്മേ, വർഷ രാവിലെ തന്നെ പോയല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ തന്നെ പോയോ എന്ന് അതിശയത്തോടെ ദേഷ്യത്തോടെ ഒക്കെ ചോദിക്കുന്ന ചന്ദ്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.